പാട്ട് പാടുന്ന ആളല്ല, പ്രസംഗിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അയാൾക്ക് അവതരണ മികവുണ്ട്. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അയാൾ ഒരു ടെക്കിയാണ്. അയാൾക്ക് എങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റും? അതുക്കാറിന്റെ ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് ആള് എല്ലാ ദിവസവും സുഹൃത്തുൽ പോയിക്കും യാസീനും ഹദ്ദാദും മൗലിദും ചെല്ലാൻ കാരണമാവുന്നത് ഈ ആപ്പ് ഉള്ളത് കൊണ്ടാണ് എന്ന് ഫീഡ്ബാക്ക് കാണുന്നില്ലേ? അപ്പൊ ആ ടെക്കി സ്വർഗത്തിലേക്ക് പോയത് ആ ആപ്പ് ഉണ്ടാക്കിയിട്ടാണ്. അവനവന് എന്താണോ അല്ലാഹു കഴിവ് തന്നേക്കുന്നത് അത് അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ദാറുൽ ആഖിറ അൽ ജന്ന സ്വർഗമാകണം. പ്രസവിച്ച ഉടനെ നവജാത ശിശു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗർഭസ്ഥ ശിശു മരണപ്പെട്ടു. LKG പഠിക്കുന്ന കുട്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടു. UKG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പനി ബാധിച്ച് മരണപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്, കേട്ടിട്ടുണ്ട്. ഈ കുട്ടികളെ ഇത്തരത്തിൽ ചെറുപ്പത്തിൽ മരിക്കുന്ന കുട്ടികളെ എന്നെ തരാതിരുന്നാ പോലെ കാര്യമായിട്ട് തന്നിട്ട് കൊതിപ്പിച്ചിട്ട് മരിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ മുത്തേ ചക്കരേനൊക്കെ വിളിക്കേണ്ട ഒരു നല്ല സന്തോഷഘട്ടത്തിൽ മരിപ്പിക്കുക. അതെന്തിനാ താല്പര്യം? അത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അതും തന്നത്. ഫറത്തല്ലി അബവൈഹി എന്നാണ് ആ കുട്ടികളെ കുറിച്ച് പ്രയോഗിക്കല്. സ്വർഗത്തിന്റെ മുന്നിൽ വാം വെൽക്കം ബാനർ പിടിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ അള്ളാഹു തന്നേക്കുന്നത്. ഉപ്പിയമ്മയും അഷറിലെത്തുമ്പോൾ വക്രത്യമായ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അവർ സ്വർഗത്തിലേക്ക് നമ്മളെ വിളിക്കും. ഇനി നമ്മളെ ശേഷം വലിയ മക്കൾ എന്തിനാ തരുന്നത്? ഇത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബർ എന്ന മണിയറയാക്കി തരാൻ വേണ്ടിയാണ്. വലതും സ്വാലിഹുൻ എതിർലും. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് സമ്പത്ത്, സന്താനം, സമയം, ആരോഗ്യം, തെക്കി ഏത് മികവ് തരുന്നത് നമുക്ക് സ്വർഗം വാങ്ങാനാണ്.